ശ്രീ ജോർജ് കല്ലുവേലിൽ നമ്മൾ ഈ ചർച്ചയിൽ ഉടനീളം പങ്കുവയ്ക്കുകയായിരുന്നു ഈ നാർക്കോട്ടിക്സ് ജിഹാദുമായി ബന്ധപ്പെട്ട തെളിവുകൾ. നമുക്കറിയാം ഈ അൽ അറേബ്യ ചാനൽ, അൽ ജസീറ ചാനൽ, ഐക്യരാഷ്ട്രസഭ, പഞ്ചാബിൽ നടന്ന അറസ്റ്റുകൾ, ഒപ്പം തന്നെ യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് 2017 അവതരിപ്പിച്ച ആ പ്രബന്ധം, അതിലൊക്കെ വ്യക്തമായി ഈ നാർക്കോട്ടിക്സ് തീവ്രവാദ സംഘടനകൾ അവരുടെ വ്യക്തമായ അജണ്ടയോടുകൂടി അതിൻ്റെ ഒരു കടത്തും അതിൻ്റെ ഉപയോഗവും ഒക്കെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഈ തീവ്രവാദ സംഘടനകളുടെ ഈ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഈ മയക്കുമരുന്നും ഈ ലഹരിക്കടത്തുമല്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ? ജോർജി, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ പി സി ജോർജും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും ഒക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവര് പറഞ്ഞ വിഷയങ്ങളിൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഇവിടെ രാജ്യത്ത് ഈ മയക്കുമരുന്ന് മാഫിയ, വെറും ലഹരി മാഫിയ, മയക്കുമരുന്ന് നാർക്കോട്ടിക് മാഫിയ എന്നത് വലിയൊരു സംഭവമാണ്. അത് ചെറുതല്ല. അത് വളരെ ആഴത്തിൽ നമ്മുടെ താഴെത്തട്ടിലെ കുഞ്ഞു ഗ്രാമങ്ങളിൽ പോലും കടന്നെത്തിയിരിക്കുന്നു. അതിന്റെ വിഷവിത്തുകൾ കടന്നിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മിനിയാന്ന് ഈ ആഴ്ചയില് നമ്മുടെ ഗുജറാത്തില് 3000 കിലോ 21,000 കോടി രൂപയുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. അത് ഉണ്ടായിരിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പാണ്, 2 ആഴ്ചകൾ പോലും ആയിട്ടില്ല, പഞ്ചാബില് പാകിസ്ഥാനിൽ നിന്ന് വന്ന മയക്കുമരുന്ന് പിടികൂടിയതും പാകിസ്ഥാനിയാണ്. ആ പാകിസ്ഥാനിയാണ് മൊഴി കൊടുത്തത്. നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് അദ്ദേഹത്തിന്റെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ട്രിബ്യൂൺ എന്ന് പറയുന്ന ചണ്ഡീഗഡിലെ ഏറ്റവും വലിയ പത്രം, ഇംഗ്ലീഷ് പത്രത്തിന്റെ മൾട്ടിക്കോളം ഹെഡിങ് ആയിരുന്നു ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഇൻവേർട്ടർ കോമായിട്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു ഇല്ല എന്ന് എത്ര പറഞ്ഞാലും, നമുക്കിപ്പോ താങ്കൾ പറഞ്ഞ പോലെ യൂറോപ്പിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ റിപ്പോർട്ടിലുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. നാർക്കോട്ടിക് ജിഹാദ് രാഗം ഒട്ടിക്കൊണ്ട് ഇത് എല്ലാ രാജ്യങ്ങളിലും, ഗൾഫ് രാജ്യങ്ങളിലും അടക്കം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതിന്റെ വിഷവേരുകൾ വലിയ ആഴത്തിൽ പതിഞ്ഞുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രശ്നം, പാലായിലെ അഭിമന്യ, ഞങ്ങളുടെ പ്രിയങ്കരനായ പിതാവ്, അദ്ദേഹം പണ്ഡിതനാണെന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ദൈവവിശ്വാസിയും അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഉറച്ചു സംസാരിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഞങ്ങള് പണ്ഡിതനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്കോളർലി മിടുക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് ഇതേ കൂടിയുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരു കാഴ്ചപ്പാട്, പൊതുസമൂഹത്തിന് വർഗീയതയ്ക്ക് വിരുദ്ധമായി, വർഗീയത ഉണ്ടാവാതിരിക്കാൻ, മതസൗഹാർദ്ദത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുന്ന ഒരു ബിഷപ്പാണ് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ്. ഈ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവുമായി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലായിലെ അരമനയിൽ പോയി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണ ബോധ്യം, അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾ എടുത്ത് ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ ലേഖനമാണ്, ഒരു പ്രസംഗമാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. അത് എന്റെ പള്ളിയിലെ എന്റെ വിശ്വാസികളോട്, അവർക്ക് അവിടെ 8 നോമ്പിന്റെ അവസാനത്തെ ദിവസം കുടുംബ വർഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗമാണ്. അവിടെ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് പൂർണ്ണ ബോധ്യപ്പെട്ട ശേഷമാണ് ഇതേക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല. ഇന്നലെയും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 2019 വരെയുള്ള കണക്കുകളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് IS-ൽ ചേർന്ന കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. IS-ൽ 100 മലയാളികൾ ചേർന്ന കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതിൽ 72 പേര് വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോയി. അത് നമുക്ക് മനസ്സിലാകും. അവിടെ അതെങ്ങനെയാ മനസ്സിലാകുന്നത്? ഇവിടെ ഇതിൽ ഒരു മതമില്ലെന്ന് പറയാൻ പറ്റുമോ? അതിൽ അദ്ദേഹം പറയുന്നു 72-ൽ 71 ഈ ഭൂരിപക്ഷം മതത്തിൽപ്പെട്ട ആളുകളാണ്. അല്ല, ഭൂരിപക്ഷമല്ല, ഈ മുസ്ലിം ആളുകളാണ്. ഞങ്ങളുടെ മതം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നത്. ഇവിടെ മതമല്ല. പക്ഷേ ഇവിടെ അദ്ദേഹം തന്നെ പറയുന്നു, ഈ റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ മത തീവ്രവാദം ഇത് ഒഴിവാക്കാനായി മഹല്ലുകളിൽ മതപുരോഹിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹല്ലുകളിൽ ഇതിനുള്ള ക്യാമ്പുകൾ നടന്നു വരുന്നു, പരിശീലനങ്ങൾ, ബോധവൽക്കരണങ്ങൾ നടന്നു വരുന്നു. കോവിഡിനെ തുടർന്ന് 2020 മുതൽ അത് മുടങ്ങിയിരിക്കുകയാണ്. ഇത് മതമില്ലെങ്കിൽ, ഇദ്ദേഹം പറയുന്നു ഇതിന് മതമില്ലെന്ന്. ഈ മതമില്ലെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തന്നെ ഏറ്റവും വലിയ വിഘാതം അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മഹല്ലുകളിൽ മാത്രം, എന്തുകൊണ്ടാണ് പള്ളിയിലും അമ്പലത്തിലും ഇല്ലാത്തത്?
അങ്ങനെ ഇവിടെ റാഡിക്കലൈസേഷൻ എവിടെ നടക്കുന്നു എന്ന് കൃത്യമായി സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടാണ് എവിടെയാണ് മത തീവ്രവാദം കൂടുതൽ വരുന്നത്. അപ്പം മതമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ മതത്തിന്റെ പേര് പറഞ്ഞാൽ, ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, കോൺഗ്രസും CPM-ഉം അടക്കമുള്ളവർ ഹിന്ദു തീവ്രവാദമെന്നും RSS എന്നും സംഘപരിവാർ എന്നും സംഘികളെന്നും കാവ്യവൽക്കരണമെന്നും പറഞ്ഞ് ഹിന്ദു മതത്തെയും ഹിന്ദു വിശ്വാസത്തെയും വരെ പൊതുവൽക്കരിച്ച് അതിലെ ചിലരെ മാത്രമല്ല പലപ്പോഴും പറയുന്നത് കാവ്യവൽക്കരണമെന്ന, അല്ലെങ്കിൽ സംഘികളെന്നാണ് പറയുന്നത്. എല്ലാ സംഘികളും തീവ്രവാദികളല്ല. അപ്പോ അവിടെ ആക്ഷേപിക്കുമ്പോൾ കുഴപ്പമില്ല, ക്രിസ്ത്യൻ തീവ്രവാദികളെ ആക്ഷേപിക്കുമ്പോൾ കുഴപ്പമില്ല. ഒരു സമുദായത്തിലെ മാത്രം തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ശബ്ദിക്കാൻ സമ്മതിക്കില്ല, ക്ഷമ പറയിപ്പിക്കും, മറുപടി പറയിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഈ ഭീഷണി, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇതിനപ്പുറത്ത് കിടന്ന് വലിയ ഒരു ഗൂഢാലോചന ഇവിടുത്തെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ ജോർജ്. ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ മയക്കുമരുന്ന് വേട്ടയിൽ അറസ്റ്റിലായവരുടെ കണക്ക്, മതം തിരിച്ചുള്ള ഒരു കണക്ക് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പലപ്പോഴും ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഈ അവസാനത്തെ കണ്ണികളാണ് അറസ്റ്റിലാകുന്നത്. അവരുടെ ഒരു ഡേറ്റ വെച്ചാണ് ഈ മതം തിരിച്ചുള്ള ഒരു കണക്കുകൾ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിയിലാകുന്നു. അതിൽ ആദ്യം അറസ്റ്റായത് വിജയവാഡയിലെ ഒരു പാഴ്സൽ കമ്പനി ഉടമസ്ഥരായ 2 ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ ലാസ്റ്റ് അറസ്റ്റിലാകുന്ന ഈ കണ്ണികളെ വെച്ച് ഈ മതം തിരിച്ചുള്ള ഒരു ഡേറ്റ അവതരിപ്പിച്ച് നാർക്കോട്ടിക് ജിഹാദ് അടിസ്ഥാനരഹിതമാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ലല്ലോ ശ്രീ ജോർജ് കല്ലുവലി. ജോർജി, പൂർണ്ണമായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കണക്ക് എന്റെ കൈവശമുണ്ട്. 2020 ഈ നാർക്കോട്ടിക് കേസുകളുടെ കാര്യം അദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്നത് 4,941 കേസുകൾ NDPS ആക്ട് പ്രകാരം അവിടെ നമ്മുടെ കേരളത്തിൽ മാത്രം രജിസ്റ്റർ. അതില് ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ പോലും ഒരു സമുദായത്തിന് അവരുടെ സമുദായ നമ്മുടെ ജനസംഖ്യയുടെ അനുപാതത്തിന് അപ്പുറത്ത് കിടന്ന് ഇതിന് പ്രതികളാകുന്നതാണ്. ഇതൊക്കെ ഇതെന്തുകൊണ്ട് മറ്റു കണക്കുകൾ പറയുന്നില്ല? തീവ്രവാദത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം. IS-ൽ പോയവർ മാത്രമല്ല, അൽ-ഖ്വയ്ദയും അല്ലെങ്കിൽ ലഷ്കർ-ഇ തൊയ്ബയും മാത്രമല്ല ഇവിടെ തീവ്രവാദം. നമുക്ക് അദ്ദേഹം പറഞ്ഞ പോലെ പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സിമി അടക്കം ഇവിടെ ക്യാമ്പ് നടത്തിയത് അറിയാമല്ലോ. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് നമ്മുടെ വാഗമണ്ണില് ഈ ക്യാമ്പിൽ നടന്ന ഇതിലൊക്കെ തീവ്രവാദം നടക്കുന്നത്, ഇതൊക്കെ ഈ IS-ന്റെ കണക്കിലുണ്ടോ? ഇല്ലല്ലോ. ഈ IS മാത്രമല്ല തീവ്രവാദം ഏത് സമുദായം ചെയ്താലും ഏത് മതം ചെയ്താലും തീവ്രവാദം തന്നെയാണ്. അതിനെ തീവ്രവാദം എന്ന് തന്നെ വിളിക്കണം. അതിനെതിരെ സംഘടിതമായി രാജ്യമാണ്. എന്തുകൊണ്ട് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അന്വേഷണത്തിന് ഇതുവരെ തയ്യാറാകുന്നില്ല? വ്യക്തമാണ്.